ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുതൽ ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കഥയിലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും 9 മണിക്ക്, രാത്രി 9 മണിക്ക് കാറ്റത്തെ കിളിക്കൂടുന്ന പരമ്പരയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ രാവിലെ 9 മണിക്ക് കാറ്റത്തെ കിളിക്കൂടും, വൈകിട്ട് 9 മണിക്ക് അലീനയുടെയും മനുവിൻ്റെയും കഥയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി തരുന്ന ഒരു വലിയൊരു നിർദ്ദേശം, ഒരു സന്ദേശമാണ് ഇപ്പോൾ അലീനയുടെയും മനുവിൻ്റെയും കഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, രാഷ്ട്രീയ പാർട്ടികൾ പാവപ്പെട്ട സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ചില വിധങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു സന്ദേശമായി നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മുതൽ നമ്മൾ അലീനയുടെയും മനുവിൻ്റെയും കഥയിടുന്നത്. പീഡിപ്പിക്കപ്പെട്ട അതിജീവിത എന്ന ശരണ്യയെ വെച്ച് ഒരു പാർട്ടിക്കാർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്തൊക്കെ നേട്ടങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നും അതിലൂടെ അവർക്കെന്താണ് ലാഭമെന്നും മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ വീട്ടിൽ അലീന വരികയും അലീന ശരണ്യയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന വാർത്ത ഈ പൊതുപ്രവർത്തകർക്കും പാർട്ടിക്കാർക്കും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ചെവിയിലെത്തി. അത് അവരുടെ നേട്ടത്തിന് ഒരുപാട് കോട്ടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശ്രീകുമാരി എന്ന ഈ പൊതുപ്രവർത്തകയെ ശരണ്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് നമ്മൾ കണ്ടു. അങ്ങനെ വലിയൊരു നിർദ്ദേശം നമ്മുടെ ശരണ്യയുടെ അച്ഛന് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും അലീന എന്ന പെൺകുട്ടിയെ ഇങ്ങോട്ട് ഇനി വരുത്തരുത്. കാരണം വരുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. ഇവളെന്നും അതിജീവിതയായിട്ട് തന്നെ തുടരണം. അങ്ങനെ തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഇവൾ തുടർന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സാധാ പെൺകുട്ടിയായി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൾ സാധാ ഒരു പെൺകുട്ടി മാത്രമാകും. അതങ്ങനെ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വലിയൊരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്, ഇവക്കൊരു ജോലി റെഡിയാക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വീട് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവൾ അതിജീവിതയായിട്ട് തന്നെ തുടരണം എന്ന് ഈ ശ്രീകുമാരി തൻ്റെ ശരണയുടെ അച്ഛനോട് പറയുകയും അങ്ങനെ പ്രലോഭനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്, അങ്ങനെ ഈ ശ്രീകുമാരിയുടെ വാക്കുകൾ തൻ്റെ ശരണ്യയുടെ അച്ഛനെ ഒരുപാട് ചിന്തിപ്പിക്കുകയും, ശരിയാണ്, അവർ പറഞ്ഞ ശരിയാണ്, അലീന വന്നു കഴിഞ്ഞാൽ മോള് വെളിയിൽ പോകും, സാധാ പെൺകുട്ടിയാകും. അപ്പോൾ ഒരുപാട് നമുക്ക് ലഭിക്കുമെന്ന് കരുതിയിരിക്കുന്ന സഹായങ്ങളൊക്കെ നഷ്ടമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും പാർട്ടിക്കാർ പറയുന്നത് കേട്ട് ജീവിച്ച് അലീനയെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ ശ്രമിക്കാൻ എന്നൊക്കെ ഈ ശരണ്യയുടെ അച്ഛനും അമ്മയും ചിന്തിക്കുക കേട്ടോ. എന്നാൽ ശരണ്യ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. ശരണ്യയ്ക്ക് പഴയ ശരണ്യയായി മാറണമെങ്കിൽ അലീന ചേച്ചി ആ വീട്ടിലെത്തണം, ആ അലീന ചേച്ചിയോട് തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ ശരണ്യയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ ലംഘിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദയനീയ അവസ്ഥയിലാണ് ശരണ്യയുടെ അവസ്ഥയെന്ന് പറയുന്നത്. ഇതിനിടയിൽ കാണാൻ പോകുന്ന നാളത്തെ വിശേഷം എന്ന് പറയുന്നത്, നമ്മുടെ ബാലചന്ദ്രൻ്റെ അളിയൻ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് ഷോറൂമിൻ്റെ അല്ലെങ്കിൽ ജ്വല്ലറി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോഴാണ് ബാലചന്ദ്രൻ ആ സത്യം തൻ്റെ അളിയനോട് പറയുകയാണ്. അളിയനോട് പറയുന്നത് ഇങ്ങനെയാണ്: എടാ, നമ്മുടെ രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശരണ്യ എന്ന പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അലീനയോട് സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വക്കീലിനെ കാണുകയും നമ്മുടെ മോനെ അല്ലെങ്കിൽ രോഹിത്തിനെ ആ ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ട പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ അളിയൻ ഞെട്ടിപ്പോവുക. അപ്പം ഇതാരാണ് അളിയെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ബാലനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ശരണ്യനെ കാണുവാൻ അലീന പോയിരുന്നുവെന്നും അലീനയോട് ഈ സത്യങ്ങളൊക്കെ ശരണ്യ പറഞ്ഞു എന്നും പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ പറയാം, എന്നാൽ ബാലേട്ട എത്രയും വേഗം നമ്മൾ കേസുമായിട്ട് മുൻപോട്ട് പോകണം, അവർ വീട്ടിൽ ചെല്ലണം, വീട്ടിൽ ചെന്നിട്ട് എന്തിനാണ് നിരപരാധിയായ ഞങ്ങളുടെ മോനെ കുരുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കണം. അങ്ങനെ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ ചെറുക്കനെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ കഴിയും എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുകയാണോ. ഈ സമയത്ത് ബാലചന്ദ്രൻ പറയാണ്, എടാ, അങ്ങനെ ചെയ്താൽ പറ്റില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് പോകും, നമ്മൾ പ്രതികളെ നമ്മൾ ഇരയെ സ്വാധീനിക്കാൻ ചെന്നതും അതിൻ്റെ പേരിൽ നമ്മുടെ പേരിലും കേസാകും. അതുകൊണ്ട് ഇതിനെ ഒരു ഉചിതമായ കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് ഒരു ഉചിതമാകുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക രണ്ടുപേരും ചിന്തിച്ചിട്ട് ബാലചന്ദ്രൻ അളിയൻ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യാം ബാലേട്ട, ഈ വിഷയം അലീനയാണല്ലോ ഇത്രയും സത്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തിയത്, ആ ശരണ്യ എന്ന പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചത്. ഈ കേസ് നമുക്ക് അലീനയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാം. ഒരു പക്ഷെങ്കിൽ അലീനയോട്
കൂടുതൽ സംസാരിക്കുകയും ആരൊക്കെ ഇതിനകത്ത് പ്രതികളുണ്ടെന്നും ഒരുപക്ഷെങ്കിൽ രോഗത്ത് ഇതിനകത്ത് നിരപരാധിയാണെങ്കിൽ കോടതിയിൽ ശരണ്യ രോഗത്തിൻ്റെ പേര് പറയാതിരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറുക്കൻ രക്ഷപ്പെടും. അതുകൊണ്ട് ഈ കേസിൽ നമ്മൾ ഇടപെടാതെ അലീനയെ തന്നെ ഏൽപ്പിക്കാൻ പറയട്ടോ. അപ്പോൾ ഇത് ബാലചന്ദ്രനും പറയണം, ശരിയാടാ, ഞാനും അതാണ് ചിന്തിക്കുന്നത്. നമ്മൾ എടുത്തിയാടി കോടതിയിലേക്കോ കേസുമായിട്ടോ പോലീസ് സ്റ്റേഷനോ പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് അലീനയാണ് ഇത്രയും എത്തിച്ചത്. അപ്പം നമ്മുടെ ചെറുക്കനെ ഇറക്കണമെങ്കിൽ അലീനയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം അലീനയെ ഏൽപ്പിക്കാമെന്ന് പറയുകയും അങ്ങനെ അലീനയ്ക്ക് ശരണ്യയുടെയും രോഗത്തിൻ്റെയും വിഷയത്തിൽ ഫുൾ ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡുണ്ട്. ഇതിനിടയിൽ മനു ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അലീനയെ വിളിച്ച് കാര്യങ്ങൾ പറയണം. എത്രയും വേഗം ശരണ്യയെ ഇപ്പോൾ കാണണം, അവളോട് കൂടുതൽ കാര്യങ്ങൾ അലീന അന്വേഷിച്ചറിയണം എന്നൊക്കെ പറയാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ട, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അവൾ പറയുന്നത് കേൾക്കുക, അതിന് മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ. രോഗത്തിനെ രക്ഷിക്കുവാൻ ഇപ്പോൾ നിലവിൽ ആർക്കും കഴിയത്തില്ല. ശരണ്യ ഒരു പക്ഷെങ്കിൽ എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കാം, പക്ഷേ കോടതിയിലെത്തുമ്പോൾ ഞാനും കൂടെ ഇതിനകത്ത് പ്രതിയാകേണ്ടി വരും. അല്ലെങ്കിൽ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ശരണ്യ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് കാത്തിരുന്ന് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എടുത്തിയാടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മനുവിനോട് പറയാം കേട്ടോ. മനുവിനും വലിയൊരു ആകാംക്ഷയുണ്ട്, അലീനയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊരു ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അലീനയെക്കൊണ്ട് രോഗത്തിനെ വെളിയിലിറക്കുവാനുള്ള ഒരു വലിയ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനുശേഷം കാണുന്നത് ബാലചന്ദ്രനും അലീനയുമൊക്കെ ഒരു വക്കീലിനെ പോയി കാണുക. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വക്കീൽ പറയുന്നു, ഇതിനകത്ത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ശരണ്യ വേറൊരു ആളോട് സത്യങ്ങൾ പറഞ്ഞു, പക്ഷേ കോടതിയിൽ അത് പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെ രോഗത്തിനെ രക്ഷിക്കുവാൻ നമുക്ക് ഇപ്പോൾ നിലവിൽ സാധ്യമല്ല. അതുകൊണ്ട് ഈ ശരണ്യയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാലും നമ്മൾ അകത്തു പോകും, നമ്മുടെ ചെറുക്കനും അകത്തു പോകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയ അലീനയെ തന്നെ കാര്യമേൽപ്പിക്കുക, എന്നിട്ട് അലീന വഴി രോഗത്തിനെ രക്ഷിച്ചെടുക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് വക്കീലും ബാലചന്ദ്രനോട് പറയുന്നൊരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.